നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടമാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളമുള്ള എല്ലാ പ്രധാന നേതാക്കളും വിവിധ വാർത്താ ചാനലുകൾക്കും പത്രങ്ങൾക്കും അഭിമുഖങ്ങൾ നൽകാറുമുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയും ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. ഈ അഭിമുഖത്തിൽ കോൺഗ്രസിൻ്റെ പ്രചരണത്തെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിലെ വരാനിരിക്കുന്ന നയങ്ങളെക്കുറിച്ചും പ്രിയങ്ക മനസ്സ് തുറന്നിരുന്നു. കൂടാതെ തൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരു കഥയും പ്രിയങ്ക മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴായിരുന്നു ആ പഴയ കാര്യം പ്രിയങ്ക ഓർമ്മിച്ചെടുക്കുന്നത്. അതായത് പ്രിയങ്കയുടെ അച്ഛൻ രാജീവ് ഗാന്ധി പ്രിയങ്കയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു ജ്യോതിഷിയോട് ദേഷ്യപ്പെട്ട സംഭവമാണ് പ്രിയങ്ക ഓർമ്മിച്ചെടുക്കുന്നത്. ഭാവിയിൽ താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഒരു ജ്യോത്സ്യൻ വന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധി അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു എന്നതായിരുന്നു പ്രിയങ്ക പറഞ്ഞത്. പ്രിയങ്കയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തനിക്ക് ഒരു 12-13 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു രാഷ്ട്രീയ ജ്യോത്സ്യം വന്നു. അവർ അച്ഛനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും താൻ അതുവഴി കടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ തടഞ്ഞു നിർത്തി, തൻ്റെ കൈകളിലേക്ക് നോക്കി. നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് വന്നു. അച്ഛൻ ആ സംസാരം ഉടൻ തന്നെ നിർത്തിക്കുകയും തന്നോട് ഈ വാക്കുകൾ വിശ്വസിക്കരുതെന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു പ്രിയങ്ക പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേരിട്ടും അല്ലാതെയും സജീവമാണ് പ്രിയങ്ക ഗാന്ധി. 1999 തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അമ്മ സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നിയന്ത്രിച്ചയാളാണ്. അതിനുശേഷം അവർ രാഷ്ട്രീയത്തിൽ സജീവമായി. 25 വർഷത്തെ രാഷ്ട്രീയ യാത്രയെക്കുറിച്ച്, അതുപോലെ എപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ചോദിച്ചപ്പോൾ കഴിഞ്ഞ 25 വർഷമായി താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രിയങ്ക പറഞ്ഞത്. 25 വർഷത്തിനുള്ളിൽ തനിക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയം മനസ്സിലാക്കുവാനും നമ്മുടെ രാജ്യത്തെ മനസ്സിലാക്കാനും ജനങ്ങളുടെ പോരാട്ടം കാണുവാനും കഴിഞ്ഞു എന്നതാണ് പ്രിയങ്ക പറഞ്ഞു വെക്കുന്നത്.